Okay. Good morning, everyone. ഇതെന്താ എക്കോ? ഇത് ഓഫ് ചെയ്തിട്ടുണ്ടായില്ല. ഓക്കെ ഓക്കെ. ഇന്നലെ ഒരു ചെറിയ അബദ്ധം പറ്റി. അതായത് സ്ക്രീന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയില്ല, മറന്നുപോയി. എനിവേ, നമുക്കിപ്പം ലാസ്റ്റ് പോർഷനിലേക്കാണ് വന്നേക്കുന്നത്. ഇതിന് മുമ്പത്തെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോൾ അത് യൂട്യൂബ് നോക്കുക. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ്, വേറെ ഒന്നുമല്ല. നമ്മളിപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ എൻജിനീയറിങ്, അതേപോലുള്ള അതിൻ്റെ കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, മെയിനായിട്ട് ഈ എന്താ പറയുക, ഒരു ഡിസൈൻ, മെയിനായിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്: മെൻ, മെറ്റീരിയൽ ആൻഡ് എക്യുപ്മെൻറ്റ്. ഇപ്പോൾ ഏതൊരു ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും അതിനകത്ത് എന്താണ് മെൻ, മെറ്റീരിയൽ, എക്യുപ്മെൻറ്റ്സ്. ദീസ് ആർ ദ 3 system, or the system consists of 3 components, that is the men, material and equipment, and the integrated system of which is termed as the എന്താ പറയുക, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം, അതിനെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെ എങ്ങനെ ഡിസൈൻ ചെയ്യാം, അല്ല ഇതിനെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ വരുന്നത്. ഇനി വി ഹാവ് സീൻ regarding the evolution of industrial engineering, how it is evolved over the ages, എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ. അതേപോലെ ആപ്ലിക്കേഷൻസ്, വേർ ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് കീ ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് ദ ഫങ്ഷൻസ്, കീ റോൾസ് ഓഫ് ആൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. ഒരു ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിൻ്റെ ഫങ്ഷൻസ് എന്തായിരിക്കും, എന്താണ് അതിൻ്റെ റോൾസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ അതേപോലെ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ, whichever product may be produced in an industry, it has undergone through a varied product design process, design and development. The product is designed and developed in certain stages. പല സ്റ്റേജസ് ആയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ അതിനകത്ത് വരുന്ന കുറേ സ്റ്റേജസ് ആണ്. കൺസെപ്ഷൻ, ഫസ്റ്റ് വൺ കൺസെപ്ഷൻ, ഐഡിയ ജനറേഷൻ. കൺസെപ്ഷൻ അല്ലെങ്കിൽ ഐഡിയ ജനറേഷൻ എന്ന് പറയും. ദെൻ അക്സെപ്റ്റൻസ്. അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഹാസ് ടു ബി അക്സെപ്റ്റഡ്. ആ ഒരു സ്റ്റേജിൽ, സെക്കൻഡ് സ്റ്റേജിലാണ് അത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് എന്താണ് പ്രോഡക്റ്റിൻ്റെ വയബിലിറ്റി എത്രത്തോളം വയബിൾ ആണ് അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, ഒരു ഡ്രാഫ്റ്റ് സ്പെസിഫിക്കേഷൻസ് ഉണ്ടാക്കും. ഇതാണ്, അതുവഴിയാണ് നമ്മൾ അക്സെപ്റ്റൻസ് സ്റ്റേജ്. അവിടെ ഒരു ഡ്രാഫ്റ്റ് സ്പെസിഫിക്കേഷൻ മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്യും. ദെൻ തേർഡ് ഇസ് ദ എക്സിക്യൂഷൻ ഫേസ്. എക്സിക്യൂഷൻ ഫേസിൽ എന്താണെന്ന് വെച്ചാൽ ഒരു വർക്കിംഗ് മോഡൽ അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ വർക്കിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു. എന്തിൻ്റെ ബേസിലാണ്? അതിന് മുമ്പുള്ള അക്സെപ്റ്റൻസ് സ്റ്റേജിൽ ഒരു സ്പെസിഫിക്കേഷൻ ഡെവലപ്പ് ചെയ്തെന്ന് പറഞ്ഞു. ആ സ്പെസിഫിക്കേഷൻ്റെ ബേസിലുള്ള ഒരു പ്രോട്ടോടൈപ്പ്, വർക്കിംഗ് പ്രോട്ടോടൈപ്പാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നു. അതുപയോഗിച്ച് നമ്മൾ എന്താണ് ടെസ്റ്റിംഗ് നടത്തുന്നു. ദെൻ വി മൂവ് ടു ട്രാൻസ്ലേഷൻ ഫേസ്. ട്രാൻസ്ലേഷൻ ഫേസിലേക്ക് പോകുന്നു. അപ്പോൾ ട്രാൻസ്ലേഷൻ ഫേസിലാണ് എന്താണ് എല്ലാ ഇൻഫർമേഷൻസും, മെയിൻ ഇൻഫർമേഷൻസ്, അതായത് മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ, ഡ്രോയിങ്, സാധാരണ എന്താ പറയുക മാനുഫാക്ചറിങ് ഡേറ്റ, ടൂളിംഗ് റിക്വയർമെൻറ്റ്സ്, ഇതെല്ലാം ഫൈനലൈസ് ചെയ്യും. എന്താ സെമിനാർ ഹോൾ 2? സെമിനാർ ഹോൾ 2 താഴെ ആയിരിക്കും. താഴെ ചോദിച്ചോ. ഓക്കെ, അതാണ് ട്രാൻസ്ലേഷൻ ഫേസ്. ദെൻ പ്രീ പ്രൊഡക്ഷൻ ഫേസ്. പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മാനുഫാക്ചറിങ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലുള്ള കുറേ ഫേസസിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് ശേഷം മാത്രമേ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരാൾ പറയുന്നു, സേ ദ കസ്റ്റമർ ഈസ് സെയിങ് ഹി വാണ്ട് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് ഈ മാനുഫാക്ചറിങ് കമ്പനി ഒറ്റയടിക്ക് ചാടിക്കിടന്ന് രാവിലെ എഴുന്നേറ്റ പാടെ പല്ലും തെച്ചിട്ട് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയും കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. പകരം എന്താണ്, ഇറ്റ് വിൽ ബി അണ്ടർഗോയിങ് ത്രൂ ദീസ് സ്റ്റേജസ്. എന്താണ്, ഒരു കൺസെപ്റ്റ് ജനറേഷൻ, ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്നു. ഈ പ്രോഡക്റ്റ് കസ്റ്റമറിന് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അപ്പം അവൈലബിൾ മാർക്കറ്റിൽ ഇത്രയൊക്കെ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ആ കോമ്പറ്റീഷനെയൊക്കെ നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ ഇന്ന ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്തു. ദെൻ അക്സെപ്റ്റൻസ് സ്റ്റേജ് നമ്മൾ
കടന്നുപോയി. എന്താണ് ഒരു ഡ്രാഫ്റ്റ് സ്പെസിഫിക്കേഷൻ, ഒരു ചെറിയ സ്പെസിഫിക്കേഷൻ, നമ്മുടെ ഐഡിയ ഉപയോഗിച്ച് ഉള്ള ഒരു ഡ്രാഫ്റ്റ് സ്പെസിഫിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ എന്താണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വർക്കിംഗ് പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്തു. ദെൻ ഫിഫ്ത്താണ് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സമ്മറൈസ് ചെയ്യുന്നു. ഇതിനെ എല്ലാത്തിനെയും സമ്മറൈസ് ചെയ്തിട്ട് എന്താണ് ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. എങ്ങനെയാണ് ഇൻ റിയൽ എൻവയോൺമെൻറ്റിൽ റിയൽ കണ്ടീഷൻസ് കൊടുത്തിട്ട് അത് എങ്ങനെ എത്രത്തോളം ഈ പ്രോഡക്റ്റ് വർക്ക് ചെയ്യുന്നത് നമ്മൾ അനലൈസ് ചെയ്യുന്നു. അതിനുശേഷമാണ് എന്താണ് ഒറിജിനൽ മാനുഫാക്ചറിങ്ങിലേക്ക് നമ്മളിതിനെ വിടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം നമുക്ക് കുറേ ഫെയിലിയേഴ്സ് കുറയ്ക്കാം, അല്ലെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ ഡിസൈൻ പ്രോപ്പർ അല്ലെങ്കിൽ ആ ഒരു ബാച്ചിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എല്ലാം വേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വേസ്റ്റേജ് റെഡ്യൂസ് ചെയ്ത് കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇതൊക്കെയായിരുന്നു പ്രൊഡക്റ്റ് ഡിസൈൻ പ്രോസസ്സിൽ വരുന്നത്. ദെൻ നമ്മൾ പറയുന്നു ഒരു നല്ല പ്രോഡക്റ്റ് ഡിസൈൻ എസെൻഷ്യൽ റിക്വയർമെൻറ്റ് ഓഫ് എ ഗുഡ് പ്രോഡക്റ്റ് ഡിസൈൻ. ഒരു നല്ല പ്രോഡക്റ്റ് ഡിസൈൻ വേണമെങ്കിൽ അതിന് എന്തൊക്കെ ക്വാളിറ്റി ആയിരിക്കണം. അതായത് ഒരു പ്രോഡക്റ്റ് യു ഹാവ് ഗിവൺ എ പ്രോഡക്റ്റ് ഡിസൈൻ, ഹൗ ടു സേ വെദർ ഇറ്റ് ഈസ് എ ഗുഡ് ഡിസൈൻ ഓർ നോട്ട്. എങ്ങനെ പറയുന്നത്, അതിന് കുറച്ച് കാറ്റഗറീസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, കസ്റ്റമർ റിക്വയർമെൻറ്റ്. കസ്റ്റമർ ഈസ് ഹാവിങ് എ സർട്ടൻ റിക്വയർമെൻറ്റ്, ഹി ഈസ് ഹാവിങ് എ requirement in his mind, and if it is satisfied then it is fine, the product is a good quality. അപ്പോൾ നമ്മൾ പറയുന്നു ആ കസ്റ്റമറിന് വേണ്ട കാര്യം, കസ്റ്റമറിന് ഇപ്പോൾ ഒരു സപ്പോസ് ഹി ഹാസ് ബോട്ട് എ കാർ, എല്ലാവരും കാർ വാങ്ങുന്നു, ഞാനും വാങ്ങി. എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, പാട്ട് കേൾക്കുക എന്നുള്ളതാണ്. വണ്ടി ഓടിക്കണം എന്നൊന്നുമില്ല, എനിക്ക് നല്ല രീതിയിൽ പാട്ട് കേൾക്കണം, നല്ല ഒച്ചത്തിൽ നല്ല ബാസിൽ കേൾക്കണം. അപ്പോൾ ഈ വണ്ടിക്ക് നല്ല കുഷ്യൻ ഫിറ്റ് ചെയ്ത് തന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് ആണെങ്കിൽ എന്താ പറയാം, ദിസ് ഈസ് എ ഗുഡ് പ്രോഡക്റ്റ് ഡിസൈൻ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ പല ഗുഡ് പ്രോഡക്റ്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പല പല കേസിലാണ്, പല ഫാക്ടറിലാണ് നമ്മൾ പറയുക, അല്ലാണ്ട് ഒരൊറ്റ കേസിൽ ഡിഫൈൻ ചെയ്യല്ല. ഇപ്പോൾ ഫസ്റ്റ് വൺ, കസ്റ്റമർ റിക്വയർമെൻറ്റ്. ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ കസ്റ്റമർ റിക്വയർമെൻറ്റ്. ദെൻ ദ ഫങ്ഷണൽ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ the product is having an intended function. Suppose in the case of a car, the main function is to travel, right? ഞാനിപ്പോൾ പറഞ്ഞു എനിക്ക് പാട്ട് കേൾക്കണം എന്ന്. എനിവേ the main function is, the intended function or targeted function is to travel. ആ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, അതിന് 4 വീല് വർക്ക് ചെയ്യില്ല, അങ്ങനെയാണെങ്കിൽ ഇത് ഗുഡ് ഡിസൈനാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ഇത് നല്ല ജെർക്കിംഗ് ഒക്കെയാണ്, അപ്പോൾ ഒരു കംഫർട്ട് ഇല്ലാതെയാണ് പോകുന്നത്. അപ്പം ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. അത് നടക്കില്ല, പാട്ട് മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല, അല്ല AC നന്നായിട്ട് വർക്ക് ചെയ്യുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ വേണം, അതാണ് ദ ഫങ്ഷണൽ ആസ്പെക്ട്സ്. ദെൻ ദ ഓപ്പറേഷണൽ ആസ്പെക്ട്സ്. ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ്, സപ്പോസ് യു ഹാവ് ടു വർക്ക് ഓൺ ദ പ്രോഡക്റ്റ്, മെനി ഓപ്പറേഷൻസ് ആർ ടു ബി ഡൺ. അപ്പോൾ കാർ ഓടിക്കണമെങ്കിൽ വെറുതെ ഒരു സ്വിച്ച് ഇട്ടിട്ട് പൊക്കോ മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവില്ല. പകരം നമ്മളെന്താ ചെയ്യുന്നത്, കീയൊക്കെ ഇട്ട് തിരിച്ച് ഗിയറൊക്കെ മാറ്റി ആക്സിലേറ്ററൊക്കെ കൊടുത്ത് ബ്രേക്കും അവിടെ കാണുന്ന സാമാനങ്ങളെല്ലാം പിടിച്ച് ഞെക്കി, അങ്ങനെയാണ് നമ്മൾ ഈ കാർ ഓടിക്കുന്നത്. അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് കാർ ആണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പം ഉണ്ടാവും അല്ലേ. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ട്, അതായത് കീ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം 2-3 വട്ടം സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത്, ബൈക്കൊക്കെ ചിലത് കണ്ടിട്ടില്ലേ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് പവർ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത്, എന്നിട്ട് ഈ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യണം, ഇവിടുത്തെ ഒരു വള്ളി പിടിച്ച് വലിക്കണം, എന്നിട്ട് ഇങ്ങനെ കിക്കർ 3-4 വട്ടം ഇങ്ങനെ തൊട്ടുമുത്തി, എന്നിട്ട് 2 ചവിട്ടി ഓട്ടണം. അപ്പം അങ്ങനെയൊക്കെ കുറേ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ ലോ ആയിരിക്കും. അതായത് ആ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെ പൂറാന്ന് നമ്മൾ പറയും. അതായത് എനിവേ ദർ വിൽ ബി മെനി ഓപ്പറേഷൻസ് റിഗാർഡിങ് ദ പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഓപ്പറേഷൻസ് ഉണ്ടാകും. ആ ഓപ്പറേഷൻസ് ഒക്കെ എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് നോട്ട് ബി കോംപ്ലക്സ്, ഇറ്റ് ഷുഡ് ബി സിമ്പിൾ. അപ്പോൾ അതാണ് ഓപ്പറേഷണൽ ആസ്പെക്ട്സ്. ദെൻ റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, റിലയബിലിറ്റി ഇറ്റ് ഷുഡ് ബി റിലയബിൾ, അതായത് ഇറ്റ് ഷുഡ് ഫങ്ഷൻ ഓവർ ദ ഇൻറ്റൻഡഡ് പീരീഡ് ഓഫ് ടൈം. അതായത് ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും, വിച്ച് എവർ പ്രോഡക്റ്റ് യു ഹാവ് ടേക്കൺ,
it should have, or it is having an intended period of time, say 10 years for a car. ഒരു കാർ എടുത്തു, ആ കാറ് നമ്മൾ പറയുന്നു ഒരു 10 കൊല്ലം നന്നായിട്ട് വർക്ക് ചെയ്യണം, 10 കൊല്ലം വർക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 2 കൊല്ലം വളരെ നന്നായിട്ട് വർക്ക് ചെയ്തു. 3-ാമത്തെ കൊല്ലം തൊട്ട് ആ സാധനം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ഓടുന്നില്ല, അല്ലാണ്ട് ഓടി എത്തുന്നില്ല, സ്പീഡില്ല, ഓവർടേക്ക് ചെയ്യുമ്പോൾ കുത്തി നിൽക്കുന്നു, അല്ലെ ചരിഞ്ഞു പോകുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. സോ ദ ഫെയിലിയർ സ്റ്റാർട്ടഡ് ആഫ്റ്റർ 2 years. But the intended period of working is 10 years. So it is not satisfying that demand. Then we can say this is not at all reliable. But for a good product design, it should be reliable. That means it should work within the, or without any problem or failure within the time interval. ആ സമയത്തൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യണം. അതാണ് റിലയബിലിറ്റി. Then manufacturability. Manufacturability എന്ന് പറഞ്ഞാൽ it is the ability to manufacture. Simple. Manufacturability. That is large quantities with ease of minimum production cost. Minimum production cost എന്താണ് മാക്സിമം അല്ലെ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാം. മാനുഫാക്ചറിങ് എബിലിറ്റി ടു മാനുഫാക്ചർ. അങ്ങനെയാണെങ്കിൽ ആ particular design will be good. Then last one is the aesthetic aspect. കണ്ട ഒരു ലുക്കുമാണ് അല്ലേ? കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഡക്റ്റ് എടുത്ത് നോക്കുമ്പോൾ കസ്റ്റമർ കാണുമ്പോൾ കണ്ടിട്ട് അങ്ങ് അറച്ചു പോയി കഴിഞ്ഞാൽ അത് വാങ്ങുമോ? ഇല്ല, ഒരിക്കലും വാങ്ങില്ല, വിട്ടുകളയും അല്ലേ? അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ കാണാൻ അത്യാവശ്യമൊക്കെ ഒരു ഭംഗി വേണം. അപ്പോൾ ഒരു ഇറ്റ് ഷുഡ് അട്രാക്ട് ദ കസ്റ്റമേഴ്സ്. ദർ ഷുഡ് ബി എ അട്രാക്റ്റീവ് മെൻറ്റാലിറ്റി. എവ്രി വൺ ഈസ് ഹാവിങ് ആൻ അട്രാക്റ്റീവ് മെൻറ്റാലിറ്റി അല്ലേ? ആർക്കായാലും ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സപ്പോസ് കോളേജിൽ വരികയാണെന്നുണ്ടെങ്കിൽ കാണാൻ കൊള്ളാമെന്നൊരു കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അട്രാക്ഷൻ ഉണ്ടാവും സ്വാഭാവികമായിട്ടും അല്ലേ? വൈഷ്ണവ ഉണ്ടോ ഇവിടെ ക്ലാസ്സിലൊക്കെ? അപ്പോൾ ഇതുപോലെ നമുക്കൊരു പ്രോഡക്റ്റിൻ്റെ കേസിലായാലും കസ്റ്റമറിന് വാങ്ങണമെങ്കിൽ എന്താണ്, അയാൾക്കൊരു അട്രാക്ഷൻ തോന്നണം. അപ്പോൾ അതാണ് എസ്തെറ്റിക് ആസ്പെക്ട്. അപ്പോൾ ഇതും ഒരു പ്രോഡക്റ്റിന് ക്വാളിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കേസാണ്. ഗുഡ് ക്വാളിറ്റി ഓർ ഗുഡ് പ്രോഡക്റ്റ് ഡിസൈൻ ആവണമെങ്കിൽ വേണ്ട. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ നമ്മൾ പറഞ്ഞു. പ്രോഡക്റ്റ് ഡിസൈൻ എന്താണ്? അല്ലെ പ്രോഡക്റ്റ് ഡിസൈൻ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ പ്രോഡക്റ്റ് ത്രൂ ദ ഫേസസ്, ഡിഫറെൻറ്റ് ഫേസസ്. ഏതൊക്കെയാണ്? കൺസെപ്ഷൻ, അക്സെപ്റ്റൻസ്, എക്സിക്യൂഷൻ, ട്രാൻസ്ലേഷൻ, പ്രീ പ്രൊഡക്ഷൻ. ഇങ്ങനെയുള്ള പല പല സ്റ്റേജസിലൂടെ കടന്നു പോകുന്ന പ്രോഡക്റ്റ് ഡിസൈൻ. ഇങ്ങനത്തെ ഡിസൈൻ, whether it is a good product design or not, will be dependent on the factors. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്. കസ്റ്റമർ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ദെൻ ദ ഫങ്ഷണൽ ആസ്പെക്ട്, ഓപ്പറേഷണൽ ആസ്പെക്ട്, റിലയബിലിറ്റി, മാനുഫാക്ചറബിലിറ്റി, ദെൻ എസ്തെറ്റിക് ആസ്പെക്ട്. ഇതൊക്കെയായിരുന്നു എസെൻഷ്യൽ റിക്വയർമെൻറ്റ് എന്ന് നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ദെൻ വി മൂവ് ടു ദ ഡിസൈൻ ഫങ്ഷൻ. ഡിസൈൻ ഫങ്ഷൻ ഉണ്ടായിരുന്നു. ഡിസൈൻ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഡിസൈന് മെയിനായിട്ട് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഡിസൈൻ ഫങ്ഷനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് ബേസിക് ഫങ്ഷൻ ഉണ്ടാവും, അതുപോലെ സെക്കൻഡറി ഫങ്ഷൻസ്. അതായത് ഇപ്പോൾ ഒരു സപ്പോസ് ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഡിസൈൻ ചെയ്തു. യു ഹാവ് ഡിസൈൻഡ് എ പ്രോഡക്റ്റ്, സേ ആൻ LCD projector. In the case of an LCD projector, so this LCD projector is having many functions. Main function, first of all, what is the main function or the basic function is to project, അല്ലേ? അതായത് ഒരു LCD projector നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു സപ്പോസ് വി ഹാവ് ടു പ്രൊജക്ട് ദ വീഡിയോസ് ഓർ ആൻ ഇമേജ് ഫ്രം എ കമ്പ്യൂട്ടർ ടു ദ സ്ക്രീൻ. വി ആർ യൂസിങ് ദ LCD projector. So the basic function of the projector is to project. അപ്പോൾ അതാണ് ബേസിക് ഫങ്ഷൻ. ഇനി there are certain other products or byproducts or other functions connected to this basic function. അതിനെയാണ് നമ്മൾ സെക്കൻഡറി ഫങ്ഷൻസ് എന്ന് പറയാം. അപ്പോൾ ഡിസൈൻ ഫങ്ഷൻ there are two types. There is basic function and secondary function. പിന്നെ അത് ബേസിക് ഫങ്ഷനിൽ വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. വിത്ത് ആൻ എക്സാമ്പിൾ എന്താണ്? ആ ഒരു പ്രോഡക്റ്റിൻ്റെ വിച്ച് ഓൾ ഫങ്ഷൻസ് ആർ or the product is intended for that.
ആ ഒരു മെയിൻ ഫംഗ്ഷൻ, അതിനെയാണ് നമ്മൾ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി ഫംഗ്ഷൻ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു ടു. സെക്കൻഡറി ഫംഗ്ഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ റിക്വയർഡ് സെക്കൻഡറി ഫംഗ്ഷൻ ആൻഡ് അൺവാണ്ടഡ് സെക്കൻഡറി ഫംഗ്ഷൻ. എന്തൊക്കെയാണ്? റിക്വയർഡ് ഫംഗ്ഷൻ ആൻഡ് അൺവാണ്ടഡ് സെക്കൻഡറി ഫംഗ്ഷൻ. അപ്പോൾ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് സെക്കൻഡറി ഫംഗ്ഷൻ. ഒന്ന് റിക്വയർഡ്. റിക്വയർഡ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ എന്താണ്, അത് ആവശ്യമുണ്ട് അല്ലേ, ഇറ്റ് ഈസ് റിക്വയർഡ്. ദെൻ സെക്കൻഡ് എന്താണ്? അൺവാണ്ടഡ് സെക്കൻഡറി ഫംഗ്ഷൻ. അതെന്താണ്? ആവശ്യമില്ലാത്തത്. അപ്പോൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള രണ്ട് സാധനങ്ങൾ. അപ്പോൾ അതെന്തൊക്കെയായിരിക്കും? നമ്മൾ പറഞ്ഞു രണ്ടെണ്ണമായിരുന്നു. എന്താണ്? ബേസിക് ഫംഗ്ഷൻ ഉണ്ട്, സെക്കൻഡറി ഫംഗ്ഷൻ. ബേസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണോ ആ ഫംഗ്ഷൻ. അപ്പോൾ സെക്കൻഡറിയിൽ വരുന്ന രണ്ട് കേസുകളാണ്, ഒന്ന് വേണ്ടതും വേണ്ടാത്തതും. അപ്പോൾ എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത്? അതായത് ഈ LCD പ്രൊജക്ടർ തന്നെ എടുക്കുകയാണ്. സപ്പോസ് യു വാണ്ട് ടു പ്രൊജക്ട് ദ ബേസിക് ഫംഗ്ഷൻ, റൈറ്റ്? യു വാണ്ട് ടു പ്രൊജക്ട്. ഇൻ അഡീഷൻ ടു ദാറ്റ് അതർ ഫങ്ഷൻസ് ആർ നീഡഡ്. അതായത് യു നീഡ് ആൻ ഇലക്ട്രിസിറ്റി അല്ലേ, ഇലക്ട്രിസിറ്റി വേണം. പിന്നെ ഈ ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക് കറണ്ട് എന്താണ്, പവർ പ്ലഗിൽ നിന്ന് കയറുന്നു. അത് നേരെ എന്താണ്, ഇറ്റ് വിൽ റീച്ച് ദ പ്രൊജക്ടർ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡിലൊക്കെ എത്തുന്നു. ദ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു സം അതർ മീൻസ്. അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്കറിയില്ല. അതിനകത്ത് എന്താണ്, ചിലപ്പോൾ മോട്ടറൊക്കെ ഉണ്ടാവാം. മോട്ടറുണ്ട്, ലൈറ്റ് ഉണ്ട്. അപ്പോൾ ദ മോട്ടർ വിൽ ബി റൊട്ടേറ്റിംഗ്, കൂളിംഗ് ഫാൻ വിൽ ബി ദെയർ, ദാറ്റ് വിൽ ബി റൊട്ടേറ്റിംഗ്. ഇനി ഈ കറണ്ട് ചെന്നിട്ടാണ് എന്താണ്, നമ്മുടെ എന്താ പറയുക, സിസ്റ്റത്തിലുണ്ടാവും. സിസ്റ്റത്തിൽ കറണ്ട് വരുന്നു. അതിനകത്തുനിന്ന് എന്താണ്, ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നു. ഡാറ്റ സിഗ്നലായിട്ട് മാറുന്നു. സിഗ്നൽ ഇലക്ട്രിക് കറണ്ടായിട്ട് വരുന്നു. ഇലക്ട്രിക് കറണ്ട് LCDയിലേക്ക് വരുന്നു. അത് വേറെ ഇതായിട്ട് വരുന്നു, സിഗ്നലായിട്ട് അതും ഇതൊക്കെ ആയിട്ട് മാറുന്നു. ദെൻ ഇറ്റ് ചേഞ്ചസ് ടു കൺവേർട്ട് ടു ലൈറ്റ് എനർജി. ഈ ലൈറ്റ് എനർജിയാണ് പിന്നീട് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ദർ ആർ എ ലോട്ട് ഓഫ് എനർജി കൺവേർഷൻസ് ഉണ്ടാകുന്നു. ജനറേഷൻ ഓഫ് ലൈറ്റ്, ഇതെല്ലാം ഉണ്ടാകുന്നു. ഇതൊക്കെ എന്താണ്, ഇതെന്തായാലും വേണം, ഇറ്റ് ഈസ് എ മസ്റ്റ് അല്ലേ. ഇപ്പോൾ റിക്വയർഡ് ഫങ്ഷൻസ് ആണ് ഇതൊക്കെ. ഇതുണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രൊജക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ദീസ് ഫങ്ഷൻസ്, പക്ഷേ നമുക്ക് ഇങ്ങനെ കറണ്ട് ജനറേറ്റ് ചെയ്യണമെന്നോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വി നീഡ് ടു പ്രൊജക്റ്റ്. നമുക്ക് ഈ സാധനം ഭിത്തിയിൽ കാണണം, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണണം. അപ്പം നമ്മുടെ ആവശ്യം സ്ക്രീനിൽ കാണണം എന്നാണ്. പക്ഷേ ഈ നീഡ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ട് ഈ കാര്യങ്ങളും കൂടെ നടക്കണം. സോ ദീസ് ആർ ദ റിക്വയർഡ് സെക്കൻഡറി ഫങ്ഷൻസ്. ഇനി ഇങ്ങനെ ഈ LCD പ്രൊജക്ടർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത ശബ്ദമൊക്കെ കേൾക്കും. എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് അറിയാം, അതിൻ്റെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ എന്താണ്, നല്ല ചൂട് കാറ്റുണ്ടാവും അല്ലേ. ദാറ്റ് ഈസ് ഹീറ്റ് വിൽ ബി ജനറേറ്റഡ്. അപ്പോൾ ദീസ് ഓൾ തിങ്സ് ആർ അൺവാണ്ടഡ്. ഇഫ് ഇറ്റ് ഈസ് മിനിമൈസ്ഡ് ദെൻ ഇറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ. അപ്പോൾ അതായത് ഇങ്ങനത്തെ ഹീറ്റ് ജനറേഷൻ, അല്ലെങ്കിൽ പവർ ലോസ്, അതേപോലെ നോയിസ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല. അപ്പം അത് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത്ര നല്ല കാര്യം. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ അൺവാണ്ടഡ് സെക്കൻഡറി ഫങ്ഷൻസ് എന്ന് പറയും. ഓക്കെ. ഇതൊക്കെയായിരുന്നു ഡിസൈൻ ഫങ്ഷനിൽ വരുന്ന കാര്യങ്ങൾ. ദെൻ ലേറ്റർ വി മൂവ് ടു ഒബ്ജക്റ്റീവ്സ് ഓഫ് എ പ്രോഡക്റ്റ് ഡിസൈൻ. ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ, ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ മെയിൻ എയിംസ്, എന്തിനു വേണ്ടിയാണ് ഈ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തത്, പറഞ്ഞ കാര്യം തന്നെ തിരിച്ചും മറിച്ചും പറയുന്നതേ ഉള്ളൂ. ഓക്കെ. ഫസ്റ്റ് വൺ മെയിൻലി പ്രോഫിറ്റ് ജനറേഷൻ. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഫസ്റ്റ് വൺ പ്രോഫിറ്റ് ജനറേഷൻ. എന്ത് കാര്യത്തിനും നമുക്ക് വേണ്ടതാണ് പ്രോഫിറ്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു, വിത്ത് മിനിമം റിസോഴ്സസ്, ഒപ്റ്റിമൈസ്ഡ് റിസോഴ്സസ്, ഹൗ വി ക്യാൻ ജനറേറ്റ് പ്രോഫിറ്റ്. സെക്കൻഡ് വൺ, ടു സാറ്റിസ്ഫൈ ദ കസ്റ്റമർ റിക്വയർമെൻറ്റ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് എന്താണോ, എന്ത് കുന്തമാണോ അത് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ കസ്റ്റമർ വീണ്ടും ഈ പ്രോഡക്റ്റ് വാങ്ങത്തുള്ളൂ അല്ലേ. സോ സാറ്റിസ്ഫൈ ദ കസ്റ്റമർ റിക്വയർമെൻറ്റ് at the minimum cost and time. Okay. Next, third one, to achieve the desired product quality. Product-ന്റെ quality അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, good product quality should be maintained. Then the desired function.
should enable the product to perform its desired function with desired accuracy, reliability and strength. അപ്പോൾ നമുക്ക് പറഞ്ഞു intended function, every product is having a intended function, so it should be made possible അല്ലേ? ആ ഒരു desired function സാറ്റിസ്ഫൈ ചെയ്യണം. എങ്ങനെയാണ്? വിത്ത് ആക്യുറസി, റിലയബിലിറ്റി ആൻഡ് സ്ട്രെങ്ത്. ഈ രീതിയിൽ ചെയ്യാൻ കഴിയണം. നെക്സ്റ്റ് ഈസ് ദ എർഗണോമിക്സ്. എർഗണോമിക്സ് എന്നൊക്കെ പറഞ്ഞത് എന്താണ്? ഇനി നമുക്കിതിനകത്ത് ലേറ്റർ വരും. അവസാനത്തെ ടോപ്പിക് അതാണ് എർഗണോമിക്സ്. അതായത് ദ പ്രോഡക്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഈസിലി വിത്ത് മിനിമം പോസിബിൾ ഫറ്റിഗ്. ഫറ്റിഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് ഈ കഴയ്ക്കുക എന്ന് പറഞ്ഞില്ലേ, അത് തന്നെ. അതായത് ഇപ്പോൾ നമുക്കൊരു ഒരു ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു. ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് തന്നെ വി ക്യാൻ യൂസ് ഇറ്റ് എനി മാനർ. പലരെന്താണ്, ചിലർ ഈ പേര് പോലെ തന്നെ ലാപ്പിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും, ചിലർ ടേബിളിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും, ചിലർ താഴെ ഇരുന്ന് ഉപയോഗിക്കുന്നുണ്ടാവും, പല സ്ഥലത്തു നിന്നൊക്കെ ഇരുന്ന് ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ കുറേ നേരം ഉപയോഗിക്കുമ്പോൾ ഫോർ എ ലോങ് റൺ വാട്ട് ഹാപ്പൻസ് ഈസ് എന്താണ്, വിൽ ഹാവ് സം ഫറ്റിഗ്. അതായത് എന്താണ്, ഈ താഴെ കുത്തിയിരുന്ന് ഇങ്ങനെ കൂനിയിരുന്നിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, കുറച്ചു നേരം കഴിയുമ്പോൾ എന്താണ്, നടു കൊടുക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ കാല് കൊടുക്കുന്നുണ്ടാവും. അപ്പം നമ്മുടെ പോസ്റ്റർ, കറക്റ്റ് പോസ്റ്റർ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിൻ്റെ ഒരു പർട്ടിക്കുലർ ഡിസൈൻ. ഇപ്പം നമുക്ക് നോക്കാം, ഇപ്പോൾ ഒരു മൗസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലേ, സിസ്റ്റത്തിൻ്റെ കൂടെ ഉള്ള. അത് പല ടൈപ്പ് ഡിസൈനുകളുണ്ട്. അപ്പം അതിനകത്ത് ചിലത് വളരെ ചെറുതായിരിക്കും. അപ്പം അതൊക്കെ പിടിച്ചിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. അപ്പം കൊണ്ടു നടക്കാൻ എളുപ്പമാണെങ്കിലും എന്താണ്, വാട്ട് ഹാപ്പൻസ് ഈസ് ഫോർ ലോങ് യൂസേജ് വി വിൽ ഫീൽ സം ഡിസ്കംഫർട്ട്. അത് നമുക്കൊരു കൈക്കൊരു സുഖം തോന്നത്തില്ല. പക്ഷെ ചിലത് ഒരു പർട്ടിക്കുലർ ഷേപ്പ് ആയിരിക്കും, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കത് എത്ര സമയം ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്കൊരു എന്താ പറയുക, ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ എർഗണോമിക്സ് എന്ന് പറയുന്നത്, എർഗണോമിക് ആസ്പെക്ട്സ് എന്ന് പറയും. സോ ദ പ്രോഡക്റ്റ് ഷുഡ് ബി യൂസ്ഡ് ഈസിലി വിത്ത് മിനിമം പോസിബിൾ ഫറ്റിഗ്. അതാണ് ഒരു ഒബ്ജക്റ്റീവ്. ദെൻ ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് വിത്ത് മിനിമം നോയ്സ്, വൈബ്രേഷൻ ആൻഡ് അതർ ഹസാർഡ്സ്. അതാണ് അടുത്ത കാര്യം പറയുന്നത്. ദ ഡിസൈൻ ഷുഡ് ബി ലൈക്ക് ദാറ്റ്. ദെൻ ഇറ്റ് ഷുഡ് എൻഷുർ ദ പ്രൊഡക്റ്റിബിലിറ്റി ആൻഡ് മാനുഫാക്ചറബിലിറ്റി. എത്രത്തോളം മാനുഫാക്ചറബിൾ ആണ്, എത്രത്തോളം പ്രൊഡക്റ്റബിൾ ആണ് എന്നൊക്കെയുള്ളത് എൻഷുർ ചെയ്യാൻ കഴിയുക. ദെൻ ടു അലോ ദ സ്റ്റാൻഡർഡൈസേഷൻ ഇൻ ഓൾ ദ കോമ്പണൻസ്. ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ കോമ്പണൻസ്, പല പല കോമ്പണൻസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്യണം. സ്റ്റാൻഡേർഡ് അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ് ഷുഡ് ബി പ്രിപ്പയർഡ് അക്കോർഡിംഗ് എ പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ എന്താണ്, നമുക്കതിനെ റീപ്ലേസ് ചെയ്യാനും എല്ലാം എളുപ്പമായിരിക്കും. ദെൻ ഇറ്റ്സ് ടു ഹാവ് ദ മിനിമം നമ്പർ ഓഫ് കോമ്പണൻസ്. അതിനാണ് നമ്മൾ സിംപ്ലിഫിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയും. സിംപ്ലിഫിക്കേഷൻ അതായത് കോംപ്ലക്സ് ആക്കാണ്ട് സിംപ്ലിഫൈ ചെയ്യുക. മിനിമം നമ്പർ ഓഫ് കോമ്പണൻസ്, ഇപ്പോൾ ഒരു 3-4 നമ്മുടെ നമ്പർ ഓഫ് പാർട്സ്, അതായത് ഒരു പ്രോഡക്റ്റിനകത്ത് തന്നെ പല 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 പാർട്സ് ഉണ്ടെന്ന് കരുതുക. നമ്പർ ഓഫ് പാർട്സ് കൂടുന്തോറും എന്താണ്, അത് കോംപ്ലക്സ് ആയി വന്നുകൊണ്ടിരിക്കും. അതായത് ഓരോ കോമ്പണൻറ്റും ഫെയിൽ ചെയ്യാനുള്ള ചാൻസ്, പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്പർ ഓഫ് കോമ്പണൻറ്റ് കൂടുന്തോറും പ്രോബബിലിറ്റി വളരെ കൂടും. അതായത് ഇത് കേടാവാനുള്ള ടെൻഡൻസി കൂടും. അപ്പം അത് നമ്മളെന്താ, സിംപ്ലിഫിക്കേഷൻ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഇറ്റ് ഷുഡ് പ്രൊവൈഡ് ദ റിപ്പയർ ആൻഡ് റീപ്ലേസ്മെൻറ്റ് അറ്റ് ലോ കോസ്റ്റ്. ഇത് എന്തായാലും നശിക്കും, അപ്പോൾ അത് റിപ്പയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്താ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദീസ് റീപ്ലേസ് ആൻഡ് റിപ്പയർ ഷുഡ് ബി വെരി ലോ. എന്നാലേ നമുക്ക് എന്താണ് ലാഭകരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ്. അതോ പറഞ്ഞ സച്ചിൻ സുഷാറേ, then we have seen a analysis, അതായത് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുവിടാം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, നമ്മളല്ല ഞാൻ.
അതായത് there are two types of cost. രണ്ട് ടൈപ്പ് കോസ്റ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, കോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പാണ് കോസ്റ്റ് വരിക. ഒന്ന് ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, ഫിക്സഡ് കോസ്റ്റ്, ആൻഡ് അനദർ ഇസ് എ വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും രണ്ട് ടൈപ്പ് കോസ്റ്റുകൾ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ മാനുഫാക്ചറിങ്ങിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ വരുമ്പോൾ നമുക്ക് either we can produce 2 products or 3, 4, 5, 6 എത്ര പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഈ പ്രോഡക്റ്റ് നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഓർ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കോസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പം കുറച്ച് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ടേ വരുള്ളൂ. പ്രോഡക്റ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് അതിന് കോസ്റ്റേ വരുന്നില്ല. ഇനി സപ്പോസ് ഹ്യൂജ് നമ്പർ ഓഫ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അതിനനുസരിച്ച് പ്രോഡക്റ്റിൻ്റെ കോസ്റ്റും കൂടുന്നു. അതാണ് വേരി ചെയ്യുന്നുണ്ട്. ആ ടൈപ്പ് കോസ്റ്റിനാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഡിപ്പെൻഡൻ്റ് ഓൺ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഇനി ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് ആണ്. അതിനിപ്പം 1 ഉണ്ടാക്കിയാലും 2 ഉണ്ടാക്കിയാലും 3 ഉണ്ടാക്കിയാലും ഒക്കെ ഫിക്സഡ് ആണ്. അതായത് സപ്പോസ് ദ ഇൻസ്റ്റലേഷൻ കോസ്റ്റ്, ഇപ്പോൾ ഒരു ബിൽഡിംഗ്, അതിൻ്റെ ബിൽഡിംഗ് ഇൻസ്റ്റലേഷൻ, അപ്പോൾ അതിനകത്ത് ഒരൊറ്റ പ്രോഡക്റ്റേ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും 2 പ്രോഡക്റ്റാണ് ഉണ്ടാക്കുന്നതെങ്കിലും 3 പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതാണെങ്കിലും ആ ബിൽഡിംഗ് എന്തായാലും വേണം. അതുപോലെ ആ ബിൽഡിങ്ങിനകത്ത് ഓപ്പറേറ്റേഴ്സ് നിൽക്കുന്നിടത്ത് ഫാനും ലൈറ്റൊക്കെ വേണം. അതിപ്പോൾ 1 ആയാലും 2 ആയാലും 3 ആയാലും ഒക്കെ എന്താണ് ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദോസ് തിങ്സ് ആർ ദ ഫിക്സഡ് കോസ്റ്റ്. അതായത് ദിസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ്. അതിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും. ഈ ഫിക്സഡ് കോസ്റ്റും ഉണ്ട്, വേരിയബിൾ കോസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കാരണം നമുക്കിപ്പം ഒരു ഗ്രാഫ് പോലെ നോക്കുകയാണെങ്കിൽ സപ്പോസ് സെയിൽസ് വോളിയം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വോളിയം. സെയിൽസ് വോളിയം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് എത്രണ്ണമാണ്. 1 പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ ഇവിടെ പിന്നെ 1 പ്രോഡക്റ്റ്, 2 പ്രോഡക്റ്റ്, 3 പ്രോഡക്റ്റ്, 4 പ്രോഡക്റ്റ് ഇങ്ങനെ കൂടി വരുന്നു. സെയിൽസ് വോളിയം. ഇനി കോസ്റ്റ് ഓർ റവന്യൂ, കോസ്റ്റ് ആൻഡ് റവന്യൂ. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ്, റവന്യൂ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട്, അതൊക്കെയാണ് ഈ ഒരു y ആക്സിസിൽ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് നമുക്ക് തൽക്കാലം ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പറയാൻ കാരണം ഇത്രയാണ് ഫിക്സഡ് കോസ്റ്റ്. അതായത് ഇത് ഒന്നും പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കോസ്റ്റ് ഉണ്ടാവും. അതായത് 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 3 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഈ ഒരു എമൗണ്ട് എന്തായാലും ഉണ്ടാവും. ആ ബിൽഡിങ്ങിൻ്റെ എമൗണ്ട്, അല്ലെങ്കിൽ ബൾബിൻ്റെ എമൗണ്ട്, അല്ലെങ്കിൽ ട്യൂബിൻ്റെ, ഫാനിൻ്റെ ഒക്കെ എമൗണ്ട് എന്തായാലും ഉണ്ടാവും. എത്ര വോളിയം പ്രൊഡ്യൂസ് ചെയ്താലും ഫിക്സഡ് ആയിരിക്കും. അതാണ് ഈ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഓക്കെ, ദിസ് ഇസ് ദ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കർവ്. ഇനി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്യില്ലെങ്കിൽ എന്താണ്? 0 ആയിരിക്കും. അത് 0 ആയിരിക്കും. ഇനി 2 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു, അതിനനുസരിച്ച് കൂടി. 3 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു, വീണ്ടും കൂടി. 4 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു, വീണ്ടും കൂടി. 5 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തു, വീണ്ടും കൂടി ഇങ്ങനെ പോകുന്നുണ്ടാവും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് ഇനി ഇതാണ് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കൂടെ ചേരുന്നതാണ് നമ്മുടെ എന്താണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വരിക. അപ്പം ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ
എന്താ പറയുക കോസ്റ്റ് എന്ന് പറയാം. ടോട്ടൽ കോസ്റ്റിൽ ഇത് രണ്ടും കൂടെ വരും. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിനെ ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിനെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് ആണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് വരിക. സോ ദിസ് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് കമ്പോണൻറ്റ് വരുന്നുണ്ട്. ഒന്ന് വേരിയബിൾ കോമ്പോണൻറ്റും ഒന്ന് എന്താണ് ഫിക്സഡ് കോമ്പോണൻറ്റും. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്നതാണ് ടോട്ടൽ കോസ്റ്റ്. സോ ദിസ് ഈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ പ്രോഡക്റ്റ്. അതായത് ഇപ്പോൾ നമ്മളൊരു മാനുഫാക്ചറിങ് കമ്പനി എടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത് നമുക്കിപ്പോൾ ഒരു സപ്പോസ് ഒരു കാർ കമ്പനി ഉണ്ട്. കാർ കമ്പനിയിൽ അതിന് സ്റ്റിയറിങ് വേണം അല്ലെങ്കിൽ വീല് വേണം. അപ്പോൾ വീല് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ വി ക്യാൻ പർച്ചേസ് ഫ്രം സം അതർ വെൻഡേഴ്സ്, ഏതെങ്കിലും ഒരു സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇരുന്നുണ്ടാക്കാം. അത് ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് കരുതിയാൽ നമ്മുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇപ്പോൾ 1-2 എണ്ണമൊക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങുന്നതായിരിക്കും ലാഭം. പക്ഷെ കുറേ എണ്ണം വേണം, ഒരു 1 ലക്ഷം, ഒരു 3 ലക്ഷം ടയറൊക്കെ വേണമെങ്കിൽ നമ്മൾ വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഷഡ് കയറും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലാഭമായിട്ട് വരും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇതാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പർച്ചേസിങ്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ കോസ്റ്റ് ഇങ്ങനെ ആയിരിക്കും വരിക. ഇനി ടോട്ടൽ റവന്യൂ, അതായത് ഇപ്പോൾ നമ്മൾ വാങ്ങുകയാണെങ്കിൽ വരുന്ന കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് വേറൊരു കളറിൽ കാണാം. അത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അയ്യോ സോറി, ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഗ്രാഫ് പോവുക. അതായത് ടോട്ടൽ റവന്യൂ, അത് പറയാം എന്താണ് ടോട്ടൽ റവന്യൂ. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങുകയാണ് അല്ലേ. സപ്പോസ് നമ്മൾ ഒന്നും വാങ്ങുന്നില്ലെങ്കിൽ, നമ്പർ ഓഫ് യൂണിറ്റ്സ് 0 ആണെങ്കിൽ എന്താണ്, പൈസ വേണ്ട അല്ലേ. ഇനി ഒരു 2 യൂണിറ്റ് വാങ്ങി, അപ്പം കുറച്ച് എമൗണ്ട് ആയി. 3 യൂണിറ്റ് വാങ്ങി, കുറച്ച് എമൗണ്ട് ആയി. 4 യൂണിറ്റ് വാങ്ങി, 5 യൂണിറ്റ്, 6, 7, 8. സപ്പോസ് നമുക്കൊരു 8 യൂണിറ്റ് വേണം. 8 യൂണിറ്റ് ആണ് വേണ്ടതെങ്കിൽ അത് വാങ്ങുന്നതും വിൽക്കുന്നതും ഒരേപോലെയാണ്, ഒരേ കോസ്റ്റാണ്. അതായത് നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ 8 യൂണിറ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നതും 8 യൂണിറ്റ് നമ്മൾ വിൽക്കുന്നതും സെയിം എമൗണ്ടിലാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ഓക്കെ, അതിന് ബിയോണ്ടായിട്ട് നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ്സ് വേണമെങ്കിൽ, സപ്പോസ് 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, വാങ്ങുന്നതിൻ്റെ എമൗണ്ട് കൂടുതലാണ്, പക്ഷെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് കുറവാണ് അല്ലേ. അതായത് ഈ ഒരു പോയിന്റിന് ശേഷം, അതേപോലെ ഇതിന് മുമ്പിൽ 2 ടൈപ്പ് കേസുകളാണ് വരുന്നത്. അതായത് ഈ ഒരു കേസിൽ, ഈ ഒരു ഫീൽഡിൽ വരുന്ന എന്താണ്, ഇവിടെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ, മാനുഫാക്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ ടോട്ടൽ കോസ്റ്റ്. മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, നമുക്ക് നഷ്ടമായിരിക്കും അല്ലേ, ലോസ് ആയിരിക്കും. ഇനി ഈ പോയിന്റിന് മുകളിലാണെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി പ്രോഫിറ്റ്. അങ്ങനാണെങ്കിൽ ഈ പറഞ്ഞ പോയിന്റ്, അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയും, BEP. ഓക്കെ, സോ ദിസ് ഈസ് ദ ബ്രേക്ക് ഈവൻ പോയിന്റ്. അപ്പോൾ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തത്. എനിവേ, ഏകദേശം നിങ്ങളുടെ ടൈം ആവാറായി തോന്നുന്നു. ഒരു ബെല്ലടിച്ച് ഇല്ലില്ല, കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കുറച്ച് പ്രോബ്ലം നമുക്ക് വേണ്ട. എനിവേ പ്രോബ്ലം ഒക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് വെറുതെ നോക്കുക. പ്രോബ്ലം ഇതുവരെ ചോദിച്ചിട്ടില്ല. തന്നെ CVP അനാലിസിസ്. CVP അനാലിസിസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. അതായത് കോസ്റ്റും വോളിയം, ഹൗ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ പ്രോഫിറ്റ്, അതിനെയാണ് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ CVP അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഈ CVP അനാലിസിസ് വഴി ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്.
അതായത് ഡിറ്റർമിനേഷൻ ഓഫ് ഒപ്റ്റിമം സെല്ലിംഗ് പ്രൈസ്, അതുപോലെ പ്രോഫിറ്റ് പ്ലാനിങ്, ഡിസൈഡിങ് ദ ഓൾട്ടർനേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ, പ്ലാനിങ് ഫോർ ക്യാഷ് റിക്വയർമെൻറ്റ്, ന്യൂ പ്രോഡക്റ്റ് ഡിസിഷൻ, ഡിറ്റർമിനേഷൻ ഓഫ് ഓവർ ഹെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. എന്തിനാണ് CVP അനാലിസിസ്? അത് സാധാരണഗതിയിൽ എന്താണ്, ഒരു പ്രോഫിറ്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം ബേസ്ഡ് ഓൺ ദ അനാലിസിസ് ഓഫ് കോസ്റ്റ് ആൻഡ് വോളിയം. എത്ര പൈസ വരുന്നു, ഇത്ര എമൗണ്ട്, ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കോസ്റ്റാണ് ഉണ്ടാകുക, അപ്പോൾ നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാം, അങ്ങനെയുള്ള അനാലിസിസ് ആണ്. അത് പല പല കേസുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പ്രോഫിറ്റ് പ്ലാനിങ്ങിന് വേണ്ടി. അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രൈസ് ഏതാണ്, എത്ര സെല്ലിംഗ് പ്രൈസ്, എത്ര എമൗണ്ടിനാണ് നമ്മൾ വിൽക്കേണ്ടതെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നു, തുടങ്ങിയ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് ജസ്റ്റ് എടുക്കട്ടെ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് ഇടുവോ? ചാറ്റ് ബോക്സിൽ ഒന്ന് അറ്റൻഡൻസ് ഇട്ടേരെ. ഓക്കെ ഓക്കെ, താങ്ക് യു.